ഹലോ അസ്സലാമു നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കുള്ളൊരു കംപ്ലൈൻ്റ് ആണ്, ഇഡലി മാവ് ഒരിക്കലും പൊങ്ങി വരുന്നില്ല, ഇഡലി സോഫ്റ്റ് ആവുന്നില്ല എന്നുള്ളത്. ആ ഒരു പരാതി മാറ്റാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി പഞ്ഞി പോലത്തെ പതപതാന്ന് പൊങ്ങി വരുന്ന ഒരു ഇഡലി മാവും ഇഡലിയുടെയും റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. സ്പോഞ്ച് പോലെയാണ് ഈ ഒരു ഇഡലി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അടിപൊളിയാണ്. എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു ഇഡലിയാണ്. സ്പോഞ്ച് പഞ്ഞി എന്നൊക്കെ പറയാം, അത് തന്നെയാണ് ഈ ഒരു ഇഡലി. ഒരു ഇഡലി മാവ് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. ഇതേപോലെ പതപതാന്ന് പൊങ്ങി വരും ഈ ഒരു ഇഡലി മാവ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒരുപാട് യൂസ്ഫുള്ളായിരിക്കും. ഇതേപോലെ നമുക്ക് നല്ല പഞ്ഞി പോലെയുള്ള ഒരു ഇഡലി എങ്ങനെ ഉണ്ടാക്കി എടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണ്. പിന്നെ ഒരിക്കലും മാവ് പൊങ്ങിയില്ല എന്നുള്ളൊരു പരാതി ഉണ്ടാവില്ല. ഇഡലി കട്ടിയായി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും കഴിക്കാൻ ടേസ്റ്റുമില്ല, കഴിക്കാൻ ഇഷ്ടവും ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ നല്ല പതപതാന്നുള്ളൊരു ഇഡലി ആണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ ഒരു ഇഡലി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് കുറച്ച് പച്ചരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊരു 6-7 മണിക്കൂർ നമ്മളിത് കുതിർത്തി വെക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് പുറത്ത് തന്നെ വെച്ചെടുത്താൽ മതി, കഴുകി വെള്ളത്തിലിട്ടിട്ട്. ഇനി നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഉഴുന്ന് ഇട്ട് കൊടുക്കുന്നത്. കഴുകി നമ്മൾ 1 മണിക്കൂർ പുറത്ത് വെച്ച് നന്നായി കുതിർന്നതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ അരക്കുന്നതിന് ഒരു 4-5 മണിക്കൂർ മുൻപായിട്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നൊരു സീക്രട്ടാണ് മുളക്. നമ്മളുടെ ഇതേപോലെ ഉണക്കമുളകാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഉഴുന്ന് നമുക്ക് കുതിർത്തിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് കഴുകി വെള്ളത്തിൽ 1 മണിക്കൂർ ഇട്ട് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ആ ഒരു 3 മുളക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു 4-5 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു മുളക് കോരിയെടുക്കുന്നുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല. ഇനി നമ്മൾക്ക് അരിയും ഉഴുന്നും ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ഇഡലി മാവ് ഒരിക്കലും ചൂടായി വരില്ല, ഇതേപോലെ അരച്ചെടുക്കുകയാണെങ്കിൽ. ഈ ഒരു ട്രിക്ക് ചെയ്തിട്ട് നിങ്ങൾ നല്ല അടിപൊളി സോഫ്റ്റ് ഇഡലി, അതുപോലെ പതപതാന്ന് പതഞ്ഞ് പൊങ്ങുന്ന ഈ ഒരു ഇഡലി ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു ട്രിക്ക് ചെയ്തെടുക്കുക. അതേപോലെ നമ്മൾ മാവ് അരക്കുമ്പോൾ ഒരുപാട് അരഞ്ഞു പോവരുത്. ഇഡലിക്ക് മാവ് അരക്കുമ്പോൾ നല്ല തരിതരിന്നുള്ള മാവായിട്ട് വേണം നമ്മളിത് അരച്ച് മാറ്റി വെക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് അരച്ചത് ഇതിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. ഉപ്പ് നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. ഇനി നമ്മൾക്കിത് കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൈയൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളുടെ ഇഡലി നന്നായിട്ട് പൊങ്ങി വരും. നമ്മുടെ ആ ഒരു കയ്യിലുള്ള ബാക്ടീരിയയും ഈ ഒരു മാവും കൂടി യോജിച്ച് കഴിയുമ്പോൾ ഇതേപോലെ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി പതഞ്ഞ് പുറത്തേക്ക് വരണ്ട എന്ന് വെച്ചിട്ടാണ് അടിയിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മളിതിൽ വേറെ ഒന്നും കൂട്ടിയിട്ടില്ല, ഈ ഒരു മുളകിൻ്റെ വിദ്യ മാത്രം നമ്മൾ ചെയ്തിട്ടുള്ള. ഇതേപോലെ പിറ്റേ ദിവസം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഡലി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ഇഡലി ഉണ്ടാക്കുമ്പോൾ ആവശ്യത്തിനുള്ള മാവ് മാത്രം കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ഇഡലി ആയാലും ദോശ ആയാലും ഉണ്ടാക്കുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് കുറേശ്ശെ മാവ് എടുത്തിട്ട് വേണം നമ്മളിതേപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പം എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു ഇഡ്ഡലിയുടെ ആ ഒരു സോഫ്റ്റ് നഷ്ടപ്പെടും. അപ്പോൾ നമ്മളുടെ വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഡ്ഡലിത്തട്ട് വെച്ച് കൊടുത്ത് നമ്മളുടെ മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. നമ്മളുടെ
ഇഡ്ഡലി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നോക്കാം. ഇപ്പം നന്നായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മളുടെ സോഫ്റ്റ് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിലും ഈസി ആയിട്ടും നമുക്ക് നല്ല അടിപൊളി സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ട്രിക്ക് നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്തുക. നമുക്ക് നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി കഴിക്കാം. ഒരു കറി ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു ഇഡ്ഡലി കഴിക്കാൻ അത്രയ്ക്ക് സോഫ്റ്റാണ്. അപ്പോൾ പാത്രത്തിൽ നിന്ന് പോലും നമുക്ക് നന്നായിട്ടത് വിട്ട് കിട്ടുന്നുണ്ട്. അത്രയ്ക്കും നമ്മളുടെ സ്പോഞ്ച് പോലെ ആയതുകൊണ്ടാണ് നമുക്ക് അത്രയും ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലത്തെ ഒരു ഇഡ്ഡലി ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ നിങ്ങൾ ഉഴുന്നിലേക്ക് 3 മുളക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മളതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. നല്ല അടിപൊളി ഇഡ്ഡലി ഉണ്ടാക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.